സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് ഉണ്ടാക്കിയിട്ട് നമ്മളത് അപ്പാച്ചി 2 വെബ് സെർവറിന്റെ സഹായത്തോടെ ഹോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതായത് ഞാൻ എന്റെ കാലി ലിനക്സ് മെഷീന്റെ ഐപി അഡ്രസ് സ്ലാഷ് ഇപ്പൊ എന്റെ കേസിൽ ഞാൻ സേവ് ചെയ്ത ഫയലിന്റെ പേര് ഇൻഡസ് 1.html ആണെങ്കിൽ ഞാൻ എന്റെ വിൻഡോസ് മെഷീനിൽ പോയിട്ട് കാലി ലിനക്സിന്റെ ഐപി അഡ്രസ് കൊടുത്തിട്ട് സ്ലാഷ് കൊടുത്തിട്ട് ഇൻഡസ് 1.html എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത വെബ് പേജ് എനിക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. സോ എങ്ങനെയാണ് നമ്മൾ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പാച്ചി 2 വെബ് സെർവറിന്റെ സഹായത്തോടെ ഹോസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു പാത്തിലോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിനായിട്ട് സി ഡി വാർ www.html. സോ നമുക്ക് ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് നാനോ ആണ്. സോ ഇവിടെ റൂട്ട് പ്രിവിലേജ് കൊടുക്കണം. അതുകൊണ്ട് എന്ത് വേണം, നാനോയുടെ കൂടെ സുഡോ കമാൻഡ് കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, സുഡോ കമാൻഡ് കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ടെസ്റ്റ് എഡിറ്റർ തുറക്കാൻ. നാനോ എന്ന് പറയുന്നത് എന്താണ്, ഒരു ടെസ്റ്റ് എഡിറ്റർ ആണ്. ഓക്കെ, സുഡോ നാനോ ഇൻഡസ് 1.html. സോ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഒരുപാട് സ്റ്റൈൽ ഒന്നും കൊടുക്കുന്നില്ല, കാരണം സമയം ഒരുപാട് പോകും, വീഡിയോ ഒരുപാട് ലെന്ത് ആവും. അതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമുക്ക് ഡോക്യുമെന്റ് ടൈപ്പ് HTML, അതായത് നമ്മുടെ ബ്രൗസറിനോട് പറയുവാണ് നമ്മുടെ ഡോക്യുമെന്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്, HTML ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് HTML കൊടുക്കാം, നെക്സ്റ്റ് ഹെഡ് കൊടുക്കാം, ഹെഡിനുള്ളിൽ ഒരു ടൈറ്റിൽ കൊടുക്കാം, ടൈറ്റിലിനകത്ത് ഈവിൽ സൈറ്റ് എന്ന് കൊടുക്കാം, അല്ല ഈവിൽ വെബ് പേജ് എന്ന് കൊടുക്കാം. ടൈറ്റിൽ ക്ലോസ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ഹെഡ് ക്ലോസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോഡി തുറക്കാം, ബോഡിയുടെ ക്ലോസിംഗ് ടാഗ്, അത് കഴിഞ്ഞിട്ട് HTML ക്ലോസിംഗ് ടാഗ്. സോ നമ്മൾ ഡിസ്പ്ലേ കാണിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ബോഡിക്കകത്തായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുവേണ്ടി നമുക്ക് ഒരു ഹെഡർ എന്ന് പറയുന്ന ഒരു സെഷൻ ഓപ്പൺ ചെയ്യാം. ഞാൻ ഹെഡർ എന്ന് പറയുന്ന സെഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു H1 ഇടാം. H1 ഇട്ടിട്ട് ഈവിൽ പേജ്. ഓക്കെ, H1 കൊടുക്കാം, എന്നിട്ട് ഹെഡർ കൊടുക്കാം. സോ ഇനി നമുക്കൊരു പി ടാഗ് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് അതിനു മുമ്പ് നമുക്ക് ഇതെല്ലാവരോടും ഡിബിനകത്ത് ഇടാം. സോ നമുക്കൊരു പി ടാഗ് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് this is a simple web page hosted by using Apache 2 web server. സോ നമ്മളൊരു ക്ലോസിംഗ് ടാഗ് ഇട്ടിട്ടുണ്ട്, നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഡിവിന്റെ ക്ലോസിംഗ് ടാഗ് ഇടാം. സോ ഓക്കെ, സോ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ് പേജ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. സ്റ്റൈൽ ചെയ്യാനായിട്ട് നമ്മുടെ ഹെഡിന്റെ ഉള്ളിൽ പോവുക. ഹെഡിനുള്ളിൽ പോയിട്ട് നമുക്ക് ആദ്യം സ്റ്റൈൽ ചെയ്യേണ്ടത് H1 ആണ്. ബോഡി കൊടുക്കാം, ബോഡി ഒരു ഓവർഫ്ലോ ഹിഡൻ കൊടുക്കാം. ഓക്കെ, നമ്മൾ ബോഡിയുടെ ഓവർഫ്ലോ ഹിഡൻ കൊടുത്തു. സോ ഇനി നെക്സ്റ്റ് ചെയ്യേണ്ട എന്താണ്, നെക്സ്റ്റ് ചെയ്യേണ്ട ഹെഡിങ് ആണ്. H1 എന്ന് കൊടുത്തു, എന്നിട്ട് ഇതിനകത്ത് ടെസ്റ്റ് വലയും, അതായത് നമ്മൾ ടെസ്റ്റ് സെന്ററിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. സെന്റർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടത്, അത് കഴിഞ്ഞിട്ട് ഫോണ്ട് സൈസ് കൊടുക്കാം. ഫോണ്ട് സൈസ്, എന്നിട്ട് ഫോണ്ട് സൈസ് 4 കൊടുക്കുകയാണ്. ഓക്കെ, H1 കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് കൊടുക്കേണ്ടത്, ഇനിയും ചെയ്യേണ്ടത് പി ടാഗ് ആണ്. അപ്പൊ പി ഓപ്പൺ ചെയ്യുക. പി ഓപ്പൺ ചെയ്തിട്ട് ടെസ്റ്റ് വലയും സെന്റർ കൊടുത്തു. ഓക്കെ, ടെസ്റ്റ് വലയും സെന്റർ കൊടുത്തു. ഇനി ചെയ്യേണ്ട ഏതാണ്, ഫോണ്ട് സൈസ്. ഫോണ്ട് സൈസ് ഞാനൊരു 1 കൊടുത്തു. ഓക്കെ, സോ ഇനിയും ചെയ്യേണ്ട എന്താണ്, ഇനി നമ്മുടെ ഡിവിന്റെ ആണ് സ്റ്റൈൽ ചെയ്യാനുള്ളത്. സോ ഡിവ് എന്ന് കൊടുത്തു.
div എന്ന് കൊടുത്തിട്ട് സോ നമ്മളിവിടെ സ്റ്റൈലിന്റെ ഓപ്പൺ ടാഗും ക്ലോസിംഗ് ടാഗും ചെയ്തില്ല. സോ അത് ചെയ്യണം. അത് ചെയ്യാനായിട്ട് സ്റ്റൈൽ എന്ന് കൊടുത്തു. ഓക്കെ, ഓപ്പൺ ടാഗ് നമ്മൾ കൊടുത്തു. സോ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലോസിംഗ് ടാഗ് കൊടുക്കണം. ഓക്കെ, നമ്മൾ ക്ലോസിംഗ് ടാഗ് കൊടുത്തു. സോ ഇനി നമുക്ക് ഡിവിന് സ്റ്റൈൽ ചെയ്യാം. വിഡ്ത്ത് ഞാനൊരു 100% കൊടുക്കുകയാണ്. ഹെയ്റ്റ് ഞാനൊരു 100 VH കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ ഗ്രേഡിയന്റ് ആണ്. LINEARGRADIENT. ഓക്കെ, ലീനിയർ ഗ്രേഡിയന്റ്. സോ നമ്മളിവിടെ കൊടുക്കുന്നത് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി. സോ RGB എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. RGB എന്ന് പറയുന്നത് റെഡ്, ഗ്രീന്, ബ്ലൂ, ആൽഫയാണ്. ഓക്കെ, RGB ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറിന്റെ ഇന്റൻസിറ്റി ആണ്. ഇവിടെ 56, 78, 56, 0.567 കൊടുക്കുകയാണ്. എന്നിട്ട് അടുത്തതും RGB 78, 90, 45, 0.567 കൊടുക്കുകയാണ്. സോ നമ്മുടെ സ്റ്റൈൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എല്ലാം ശരിയാണോ എന്ന്. ബാക്ക്ഗ്രൗണ്ട് ലീനിയർ ഗ്രേഡിയന്റ് 90 ഡിഗ്രി, RGB 56, 78, 56, 0.567. ഓക്കെ, 76, 55, 78, 90, 45. ഓക്കെ, ചെസ്റ്റ് വരെ സെന്റർ, ഫോണ്ട് സൈസ് 1 ഡ്രം, സെന്റർ ഫോണ്ട് സൈസ് 1 ഡ്രം. ഓക്കെ, നമ്മുടെ ഇതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ കൺട്രോൾ പ്ലസ് എസ് കൊടുക്കുക, Y കൊടുക്കുക, എന്റർ കൊടുക്കുക. ഓക്കെ, സോ നമുക്കിനി അപ്പാച്ചി 2 റണ്ണിങ് ആണോ നോക്കണം. അതിനായിട്ട് അപ്പാച്ചി 2 സ്റ്റാറ്റസ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ അപ്പാച്ചി 2 എന്ന് പറയുന്നത് ആക്റ്റീവ് ആണ്. അതായത് ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം സോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും എങ്ങനെ അപ്പാച്ചി 2 സ്റ്റാർട്ട് ചെയ്തെന്ന്. അപ്പൊ അതിനു വേണ്ടി ഞാനിപ്പം അപ്പാച്ചി 2 സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. സർവീസ് അപ്പാച്ചി 2 സ്റ്റോപ്പ്. സോ ഇനി നമ്മൾ അപ്പാച്ചി 2 സ്റ്റാറ്റസ് നോക്കാം. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ അപ്പാച്ചി 2 എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആണ്. ഓക്കെ, സോ ഇനി ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് അപ്പാച്ചി 2 സ്റ്റാർട്ട്. സോ സർവീസ് അപ്പാച്ചി 2 സ്റ്റാർട്ട്. ഓക്കെ, പാസ്വേഡ് വയ്ക്കുന്നുണ്ട്. പാസ്വേഡ് കൊടുത്തു. സർവീസ് അപ്പാച്ചി 2 സ്റ്റാറ്റസ് നോക്കാം. സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മുടെ അപ്പാച്ചി 2 വെബ് സെർവർ ഇവിടെ റണ്ണിങ് ആയിട്ടുണ്ട്. അതായത് ഞാൻ എന്റെ കാലിനസ് മെഷീന്റെ IP അഡ്രസ്സും സ്ലാഷ് ഞാൻ സേവ് ചെയ്ത ഫയലിന്റെ പേര്, അതായത് indes1.html ആണ് എന്റെ കേസിൽ. അപ്പം എന്തോ ചെയ്യണം, ഞാൻ എന്റെ കാലിനസ് മെഷീന്റെ IP അഡ്രസ്സും സ്ലാഷ് indes1.html എന്ന് ഞാൻ എന്റെ വിൻഡോസ് മെഷീനിൽ പോയി ടൈപ്പ് ചെയ്യാൻ നേരത്ത് എനിക്ക് അവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു വെബ് പേജ് എനിക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ അതെങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മൾ കാലിനസ് മെഷീന്റെ IP അഡ്രസ് കൊടുക്കുക. എന്റെ കേസിൽ അത് 192, 168, 1.7 ആണ്. സ്ലാഷ് indes1.html, അതായത് നമ്മൾ സേവ് ചെയ്ത ഫയലിന്റെ പേര്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ഈവിൽ വെബ് പേജ് എന്ന് പറയുന്ന സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വെബ് പേജ് ആണിത്. നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാം, ഈവിൽ വെബ് പേജ്. ദിസ് ഈസ് എ സിമ്പിൾ വെബ് പേജ് ഹോസ്റ്റഡ് ബൈ യൂസിങ് അപ്പാച്ചി 2 വെബ് സെർവർ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളൊരു സിമ്പിൾ ആയിട്ട് ഒരു വെബ് പേജ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പാച്ചി 2 വെബ് സെർവർ വെച്ചിട്ട് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ ഇതിന്റെ വിൻഡോസ് മെഷീനിലാണ് നോക്കിയത്. വിൻഡോസ് മെഷീനിൽ ഞാൻ എന്റെ കാലിനസ് മെഷീൻ IP അഡ്രസ് സ്ലാഷ് indes1.html ടൈപ്പ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് പറ്റി, എനിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത വെബ് പേജ് ഇവിടെ കിട്ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ വെബ് പേജ് ഹോസ്റ്റ് ചെയ്യുന്നത്, അതായത് അപ്പാച്ചി 2 വെബ് സെർവർ ഉപയോഗിച്ച്. ഓക്കെ.